ഹായ് ഓളപ്പം പിന്നെ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം വേറെ വലിയ സന്തോഷത്തിന് കാരണം ലാലേട്ടൻ്റെ തുടരുക എന്ന സിനിമയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട സിനിമ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ തുടരുക എന്ന സിനിമയിൽ ക്ലൈമാക്സിൽ അത് എൻഡിൽ കാണിക്കുന്നുണ്ട് മോഹൻലാൽ തുടരുമെന്ന്. അത് തന്നെയാണ് മോഹൻലാൽ തുടരും. ഫോം ഈസ് ടെമ്പററി ബട്ട് ക്ലാസ് ഈസ് പെർമനൻറ്റ്. അത് തന്നെയാണ് അദ്ദേഹത്തിലെ അദ്ദേഹത്തിലെ ഒരു ആക്ടറെ 2-3 സിനിമകൾ കൊണ്ട് അങ്ങ് പ്രിഡിക്റ്റ് ചെയ്ത് ഇനിയൊരു മോഹൻലാൽ തിരിച്ചു വരവില്ല, ഇനിയൊരു ആക്ടർ മോഹൻലാൽ തിരിച്ചു വരവില്ല എന്നൊക്കെ പറഞ്ഞവർക്ക് ഉള്ള മറുപടിയാണ് ഈ സിനിമ തുടരും. സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഇത് തരുൺമൂർത്തിയും നമ്മുടെ ടീമും എല്ലാം പറഞ്ഞത് കള്ളമാണ്, പടത്തിലൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ അതങ്ങനെ പറഞ്ഞത് തന്നെ നമുക്ക് ആ ഒരു രീതിയിൽ കണ്ടുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ടത്. ഒരു ഫാമിലി ഡ്രാമ എന്ന് പറഞ്ഞ് നമ്മളെ കാണിച്ചിട്ട് അവിടെ ഫാമിലി ഡ്രാമയല്ല, അതിപ്പം മേലെയാണ്. ഫാമിലി ഡ്രാമ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് ഈ ടീമിന് ഏറ്റവും കൂടുതൽ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വേറുള്ള സിനിമകളിലെ ട്രെയിലർ കൂട്ട് ഇതിനകത്ത് നല്ല നല്ല മൊമെൻറ്റ്സ് ഒന്നും ട്രെയിലറിനകത്ത് കാണിച്ചിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ക്ലിപ്പിട്ടാൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പടത്തിന് ഹൈപ്പ് കൂടുകയും ചെയ്യും, പടം ആൾക്കാർ പ്രതീക്ഷിക്കുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യും. നമ്മൾ ആ സീനൊക്കെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ എമ്പുരാനകത്ത് ആ ഒരു ഫോറസ്റ്റിലെ ഒരു ഫൈറ്റ് ഉണ്ടല്ലോ, ലാലേട്ടൻ മുണ്ടൊക്കെ ഉറങ്ങിച്ചിട്ടുള്ള ആ സീൻ അവർ ട്രെയിലറിൽ ആഡ് ചെയ്തപ്പോൾ തന്നെ നമ്മളെല്ലാവരും ആ ഒരു സീൻ പ്രതീക്ഷിച്ചാണ് അവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്. നമുക്കപ്പം സംഭവം പ്രതീക്ഷിച്ചാലും ആ ഒരു മേക്കിങ്ങിന് ഇതിൽ നമുക്കൊന്നും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനകത്ത് വരുവാണെങ്കിൽ ഇതിനകത്ത് ഒരു ഹൈ മൊമെൻറ്റ്സ് ഒരുപാട് സീനുണ്ട്, പക്ഷെ അതൊന്നും ഈ സിനിമയിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ ട്രെയിലറിനകത്ത് ആർക്കും ഒരു കഥയും ഒന്നും ഗസ് ചെയ്യാനുള്ളൊരു അവസരവും കൊടുത്തിട്ടില്ല. അതിന് ഈ സിനിമ ടീമിന് എൻ്റെ വളരെ നന്ദിയുണ്ട്. കാരണം അവർ ആ ഒരു മോമെൻ്റ് തന്നില്ല. നമ്മൾ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ പോയി ഇങ്ങനത്തെ ഒരു ഹൈ മൊമെൻറ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആ ഒരു സംഭവമാണ്. സിനിമയിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റിലേ പറഞ്ഞു വിട്ട് തന്നെ ലാലേട്ടനിലുള്ള ആക്ടർ ആ ഒരു പഴയ ഓജസ്സും തേജസ്സും അവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും ഇഷ്ടപ്പെടും, അല്ലാതെ കുടുംബ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാൻസ് മാത്രമല്ല, ഞാനൊരു മോഹൻലാൽ ഫാനാണ്, അത് വെച്ച് പറയല്ല. ഇത് കുടുംബ പ്രേക്ഷകർ അങ്ങനെ മോഹൻലാൽ ഫാൻസ് അങ്ങനെയൊന്നും ഇല്ല. എല്ലാ സിനിമാ പ്രേമികൾക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയാണ്. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ സിനിമ. കാരണം കുറേ പറയാനാണെങ്കിൽ നമുക്ക് കുറേ പറയാം, പക്ഷേ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാകും. ഇപ്പോൾ നിങ്ങൾ വേറെ ആൾക്കാരുടെ ഒരു വാക്കും കേൾക്കാതെ നിങ്ങൾ ഫ്രഷായിട്ട് പോയി സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പം അതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം ഇതിനകത്ത് സ്പോയിലറും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പോയി കാണുമ്പോൾ എന്ത് തോന്നും. ഇപ്പം ഞാനിപ്പം ഒന്നും അറിയാതെ പോയി കണ്ടുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ നിങ്ങളും സിനിമയെക്കുറിച്ച് അധികം റിവ്യൂ ഒന്നും അറിയാതെ വേറെ കാര്യങ്ങളൊന്നും ചോദിക്കാതെ ആ ഒരു ജേണറിൽ തന്നെ പോയി കണ്ടാൽ മതി. കാരണം അങ്ങനെ കാണുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഒരു ഹൈ മൊമെൻറ്റ്സൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുമ്പോൾ നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ഒത്തിരി മൊമെൻറ്റ്സ് ഉണ്ട് ഈ പടത്തിൽ. ഈ സിനിമയിലെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കാണ്. അതായത് ജെയ്ക്സ് ബിജു ആണ് എൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. ഒരു പേമാരി എന്ന് പറയുന്നൊരു സോങ് ഒക്കെ ഉണ്ട്. ആ ഒരു പേമാരി എന്ന സോങ് ഇപ്പം നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സിനിമയിൽ ആ ഒരു പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി തരുൺമൂർത്തി ഒരു രക്ഷയില്ല. ആ ഒരു BGM-ഉം ആ ഒരു പാട്ടും ആ ഒരു സീനും സ്ക്രീനിൽ ലാലേട്ടൻ്റെ ഒരു ആക്ടിങ്ങും കൂടെ കാണുമ്പോൾ നമുക്കൊരു രോമാഞ്ചിഫിക്കേഷൻ മൊമെൻ്റാണ്. അത്രയ്ക്ക് നല്ലതായിട്ട് ഇതിനകത്ത് മ്യൂസിക് ചെയ്തേക്കുന്നത്. ആ BGM കാര്യം എല്ലാം ആ ഒരു ഇൻ്റർവെൽ പഞ്ചിലൊക്കെ ഒരു BGM ഇടും. ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അമ്മാതിരി ഐറ്റമാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ സിനിമ ഫാൻസ്, ഫാമിലി അങ്ങനെ എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു ചിത്രമാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ആരും നിരാശപ്പെടുത്തില്ല പടം. ഒരു ഫാമിലി പടമാണെന്നും പറഞ്ഞാൽ ആരും കാണാതിരിക്കലും. കാരണം അങ്ങനെ അങ്ങനെ ഒരു ഫാമിലി പടമാണെന്നും പറഞ്ഞ് കാണാതിരുന്നവർക്കെല്ലാം നല്ലൊരു ചാൻസാണ് മിസ്സായത്. അതേകൂട്ട് ഈ പടവും ആരും കാണാതിരിക്കരുത്, എല്ലാവരും കാണണം. നല്ലൊരു ചിത്രമാണ്. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.